നമസ്കാരം, അമൃതാണ്. കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ആണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ആപ്പിൾ എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ടൊരു സെക്കൻഡ് ഹാൻഡ് ആപ്പിൾ വാച്ച് വാങ്ങിച്ചു. അപ്പോൾ അതിനൊരു സെക്യൂർഡ് ആയിട്ടുള്ളൊരു കവർ, ഇത് അൺബോക്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്പിഗൻ്റെ പ്രോഡക്ട്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വൺസ് യൂസ് ചെയ്താൽ പിന്നെ അത് തപ്പി പിടിച്ച് നമ്മൾ വാങ്ങിക്കും. അത്ര നല്ല പ്രോഡക്റ്റ് ക്വാളിറ്റിയാണ്. ഫോൺ കേസസ് ആയിരുന്നാലും ഞാൻ ഇതുവരെ യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഭയങ്കര ഹാർഡ് കോർ ഫാനായി പോയി. അപ്പോൾ എൻ്റെ സാംസങ്ങിൻ്റെ വാച്ച് വാങ്ങിച്ചപ്പോഴും ഞാനത് സെയിം ഒന്ന് വാങ്ങിച്ച് കവർ ഇട്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇത് ഒന്നും കൂടെ വാങ്ങിച്ചത്, ഇത് ആപ്പിളിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് ക്വാളിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് മിലിറ്ററി ഗ്രീൻ എന്ന് പറഞ്ഞിട്ടൊരു കളറാണ്. ഇത് തന്നെ വന്നിരിക്കുന്നത്, എഴുതിയിട്ടില്ലല്ലോ. എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ആരും അൺബോക്സ് ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വിട്ടാണോ അല്ലേ? പൊളിച്ചൊരു പരിപാടി കളഞ്ഞു. എന്തായാലും യൂസ് ചെയ്തിട്ടൊന്നും ചെറുതല്ലേ. ക്വാളിറ്റിയാണ് നമ്മൾ ശരിക്കും ഫാനായി പോകുന്നത്. നല്ല പ്രിസിഷൻ കട്ടിങ് ആണ്. സ്പീക്കർ ഇവിടെ ഒരു കാർബൺ ഫൈബർ പോലത്തെ ഒരു ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. കാർബൺ ഫൈബർ ഒന്നും അല്ല, അതിൻ്റെ ഒരു കളറിലൊരു ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ഇട്ട് നോക്കാം. ഇത് എല്ലാത്തിനും കോമൺ ആണ്. ആപ്പിളിൻ്റെ സൈസസ് എല്ലാം സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 3 മാത്രമേ വ്യത്യാസമുള്ളൂ. 4 മുതലുള്ള എല്ലാ സീരീസ് ഓഫ് ആപ്പിൾ വാച്ചസും ഒരേ സൈസാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോ അൾട്രാ മോഡൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ള എല്ലാം സെയിം തന്നെയാണ്. ഇത് നമുക്കൊന്ന് ഇട്ട് നോക്കാം. സ്ട്രാപ്പ് ഞാൻ ആദ്യമേ മാറ്റണമെന്ന് വിചാരിച്ചാണ്, കാരണം ഒരാൾ യൂസ് ചെയ്തിരുന്നതല്ലേ. സ്ട്രാപ്പ് അങ്ങനെ യൂസ് ചെയ്തെന്ന് വെച്ചാൽ ദോഷമൊന്നുമില്ല. അതുപോലെ നമ്മൾ യൂസ്ഡ് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവിടെ എന്തായാലും മാറാ രോഗങ്ങളൊന്നും പകർന്നു വരെയൊന്നുമില്ല. ഇങ്ങനെയാണ് ഇടേണ്ടത്. നല്ല പ്രിസൈസ് ഫിറ്റാണ്. ഒരു പ്രത്യേകത, ചാടി വീഴാനായിട്ടത് സമയമെടുക്കും. യെസ്, കറക്റ്റ് സോക്കറ്റിൽ വീഴാനൊക്കെ വീണാണ്. കാലിഫോർണിയ US, അമേരിക്കൻ അല്ലല്ലോ. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന കാലിഫോർണിയയിലാണ്, പക്ഷേ മെയ്ഡ് ഇൻ സൗത്ത് കൊറിയൻ പ്രോഡക്റ്റാണ്. പക്ഷെ നല്ല പെർഫെക്റ്റ് ആണ്. റഗ്ഡ് എന്നൊക്കെ വെറുതെ എഴുതിയേക്കൊന്നുമല്ല, ശരിക്കും യൂസ് ചെയ്യുമ്പോൾ അറിയത് പക്ക റഗ്ഡാണ്. അതുപോലെ ഫ്രണ്ടിലോട്ടൊരു പ്രൊജക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും നമ്മുടെ ഗ്ലാസ് അങ്ങ് അടിക്കത്തില്ല. ഇതിൽ പിന്നെ ഈ കുറച്ച് ഹാർഡായിട്ടുള്ള ഗ്ലാസ് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് സ്ക്രാച്ച്. ഇപ്പം ഞാൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചെങ്കിലും ഇതിനകത്ത് ശ്രദ്ധിച്ചറിയാൻ സ്ക്രാച്ചസ് ഒന്നുമില്ല. അത് കുറച്ച് വൃത്തിയായിട്ടൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സ്ക്രാച്ചൊന്നുമില്ല. ഓക്കെ, നൈസ്. കെട്ടാൻ ഭയങ്കര കംഫർട്ടാണ്. അതുപോലെ ഈ സ്ട്രാപ്പിലൊരു ചെറിയ ലോക്ക് ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടത്തില്ല. അത് ലോക്ക് ഫിറ്റായിട്ട് അങ്ങ് കിടക്കും. നല്ല പ്രിസിഷൻ കട്ടിങ് ആണ്. ഈ സെക്കൻഡ് ഹാൻഡ് വാച്ച് ആണെങ്കിൽ ഇപ്പോൾ ഇത് നല്ല ഫ്രഷ് പീസായില്ലേ അല്ലേ. സോ ആപ്പിൾ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് പൊതുവെ ഒരു പ്രീമിയം റേഞ്ചിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കുന്നവരെല്ലാം അതിനൊരു റെസ്പെക്റ്റ് കൊടുത്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വളരെ അങ്ങ് റഫായിട്ട് ഹാൻഡിൽ ചെയ്യത്തില്ല. പേ ചെയ്ത എമൗണ്ടിനൊരു വാല്യൂ കൊടുത്ത് എത്ര കുറച്ച് നാളെങ്കിലും യൂസ് ചെയ്യണമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആപ്പിൾ യൂസേഴ്സിനെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ഹാൻഡിലോട്ട് നോക്കുന്നതുകൊണ്ട് വലിയൊരു നഷ്ടമൊന്നും വരത്തില്ല. പിന്നെ നമ്മൾ അത്രയും ചെക്ക് ചെയ്തെടുക്കുക. ഇത് ഞാൻ കംപ്ലീറ്റ്, ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അത് ഡയറക്റ്റ് ഓർഡർ ചെയ്ത കണക്കാണ് വാങ്ങിച്ചത്. കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് വീഡിയോ അയച്ചു തരാൻ പറഞ്ഞത് ചെക്ക് ചെയ്ത് ഓക്കെ വരുത്തിയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാം. മെയിനായിട്ട് ഈ ആപ്പിൾ എക്കോസിസ്റ്റത്തിനെ കുറിച്ച് ഒന്ന് പഠിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് ആപ്പിൾ എക്കോസിസ്റ്റം അത് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടൊരു വീഡിയോ നമുക്ക് ഫ്യൂച്ചറിൽ അങ്ങോട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.